ഒന്നാമതായി നിനക്ക് യോഗ്യമാകുന്നു. മുഖ്യമായത് പിതാവിലും പുത്രനിലും പരിശുദ്ധവായിലുമുള്ള വിശ്വാസമാകുന്നു. പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ മൂന്ന് ഗ്നൂമാകളുള്ള സത്യേക ദൈവമാകുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലോ തന്നെ ആയിരിക്കണം. വായു കൊണ്ടും നാവ് കൊണ്ടും വചനം കൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏകഗ്നൂമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള തൻ്റെ പരിശുദ്ധവായുടെയും തിരുവിശുദ്ധാൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യ സ്നേഹത്താൽ അവളിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നും കന്യമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരുന്നപ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നുവെന്നും നീ വിശ്വസിക്കണം. തൻ്റെ കരുണകൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പുറത്തുള്ള ജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല. വീണ്ടും സ്തുതിയാകപ്പെട്ട ഓർത്തഡോക്സ് വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമത് ശ്ലീഹന്മാരിൽ മുമ്പനായ മോർ പത്രോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും അവൻ്റെ സഖാക്കളെയും അവരുടെ സഖികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമനായ മോർ ഇഗ്നാത്യോസിനെയും ദിവന്നാസ്യോസിനെയും യൂലിയോസിനെയും അഥാനാസ്യോസിനെയും ബാസേലിയോസിനെയും ഗ്രിഗോറിയോസിനെയും ഈവാനിയോസിനെയും വായുടെ താക്കോലായ കൂറിലോസിനെയും സത്യവിശ്വാസികളായിരുന്ന ശേഷം പിതാക്കന്മാരെയും അൽഫാന്മാരെയും നീ നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവ മോറാന്മാർ ബാസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവായുടെ കൽപ്പനകളെയും ശേഷം നമ്മുടെ സഹോദര മെത്രാപ്പോലീത്തായുടെ കൽപ്പനകളെയും ബലഹീനായ എൻ്റെ കൽപ്പനകളെയും നീ അനുസരിക്കണം. അവരുടെ മാർഗങ്ങളിൽ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും എന്നോടുകൂടെ യഹൂദന്മാരെയും കാവ്യരെയും ഗൂഷ്യന്മാരെയും സത്യവിശ്വാസത്തിൽ നിതരായ സകല വിശ്വാസത്തെയും നീ ദ്വേഷിക്കുകയും ചെയ്യണം. ഇപ്പോൾ വിശ്വാസ വിപരീതത്തെ ഉപേക്ഷിക്കുന്നു എന്ന സ്ഥാനാർത്ഥി ഏറ്റുചൊല്ലുകയാണ്. നാം നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും നിരസിക്കുന്ന സകലവും ഞാൻ നിരസിക്കുകയും നാം ദേഷിക്കുന്ന സകലവും നീ ദേഷിക്കുകയും ചെയ്യണം. അങ്ങ് ദേഷിക്കുന്ന സകലവും ഞാൻ നിരസിക്കുകയും ചെയ്യുന്നു. നാം ദേഷിക്കുന്ന സകലവും നീ നിരസിക്കുകയും അങ്ങ് ദേഷിക്കുന്ന സകലവും ഞാൻ നിരസിക്കുകയും നാം ദേഷിക്കുന്ന സകലവും നീ ദേഷിക്കുകയും ചെയ്യണം. അങ്ങ് ദേഷിക്കുന്ന സകലവും ഞാൻ ദേഷിക്കുകയും ചെയ്യും. നാം നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും അങ്ങ് നിരസിക്കുന്ന സകലവും ഞാൻ നിരസിക്കുകയും നാം ദേഷിക്കുന്ന സകലവും നീ ദേഷിക്കുകയും ചെയ്യണം. അങ്ങ് ദേഷിക്കുന്ന സകലവും ഞാൻ ദേഷിക്കുകയും ചെയ്യും. സത്യവിശ്വാസം സ്ഥാനാർത്ഥി ഏറ്റുപറയുന്നു. നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങ് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങ് ഏറ്റുപറയുന്ന സകലവും ഞാൻ നാം ഏറ്റുപറയുകയും വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങ് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ ആത്മീയ മകനും വാത്സല്യവാനുമേ, നാം നിന്നോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നീ നിലനിൽക്കണം. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ധൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരുളയിൽ നിന്നും ദൈവത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മനുഷ്യനെ തള്ളിയകറ്റുന്ന ശേഷം എല്ലാ കാര്യങ്ങളിൽ നിന്നും നിന്നെ തന്നെ നീ സൂക്ഷിച്ചു കൊള്ളണം. എന്തെന്നാൽ ഇവയെല്ലാം ദൈവത്തിനു മുമ്പാകെ നിന്ദ്യങ്ങളാകുന്നു. ഒരുവൻ ഇപ്രകാരം പ്രവർത്തിക്കുകയും അവൻ ആചാര്യക്രമത്തിൽപ്പെട്ടവനായിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും വൈദിക സ്ഥാനത്ത് നിന്നും തള്ളപ്പെട്ടവനായി തീരും. ഇതെല്ലാവർക്കും പരസ്യമായി അറിവുള്ളതാകുന്നു. എന്നാൽ നീ ശാന്തനും വിനീതനും നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡ നമസ്കാരവും നടത്തുന്നവനായിരിക്കണം. കണ്ണുനീരോടും നെടുവീർപ്പോടും കൂടെ നിനക്ക് വേണ്ടിയും നിനക്കായി വരമേൽപ്പിക്കപ്പെടുന്ന ജനത്തിനു വേണ്ടിയും ദൈവത്തിനു മുമ്പാകെ യാചിക്കണം. ദൈവം തമ്പുരാൻ നിന്നെ സഹായിക്കുന്നതിനും നീ നിന്റെ ജനദിശയിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനും വേണ്ടി ദൈവം മുമ്പാകെ നീ എല്ലായ്പ്പോഴും അപേക്ഷകൾ ചൊരിയണം. എന്തെന്നാൽ ഇതെല്ലായ്പ്പോഴും നിന്നിൽ ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു. നിങ്ങളുടെ സൽപ്രവൃത്തികൾ അവർ കണ്ട് സ്വർഗത്തിലുള്ളവനായി നിങ്ങളുടെ പിതാവിനെ അവർ സ്തുതിക്കുമാറാകട്ടെ എന്ന് അരുളി ചെയ്തിട്ടുള്ള പ്രകാരം നീ പരദേശികളെയും ദരിദ്രന്മാരെയും സ്നേഹിക്കണം.
എല്ലാവരോടും ശാന്തതയിലും വിനയത്തിലും പെരുമാറണം. ഇപ്രകാരം നീ പ്രവർത്തിക്കുമെങ്കിൽ ദൈവഭവന സേവനത്തിന് നീ യോഗ്യനായി തീരും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ന്യായം വിധിക്കുമ്പോൾ നീ നിന്റെ ജനവും കരുണയും മുഖപ്രസാദവും കണ്ടെത്തുകയും ചെയ്യും. എനിക്കോ ഇവ നീ സമ്മതിക്കുന്നു എന്നുള്ളതിലേക്ക് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളമാകുന്ന സ്ലീവായുടെ ആകൃതിയിൽ ആദ്യമായി കുത്തുകൾ ഇടേണം. ഇപ്പോൾ എൻ്റെ സഹോദരനും വാത്സല്യവാനുമേ, ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളമതായ സ്ലീവാടെ അടയാളം നീ വെച്ചിരിക്കുന്നു. ദൈവം മുമ്പാകെയും ബഹുമാനമുള്ള തൻ്റെ മാലാഖുമാരുടെയും പരിശുദ്ധവന്മാരുടെയും മുമ്പാകെ അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. നാം നിന്നോട് ആജ്ഞാപിക്കുകയും നിന്നെ പരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം കാത്തുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു. അത് നീ മാറ്റം കൂടാതെയും മുഖോക്ഷം കൂടാതെയും കാത്തുകൊള്ളണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ തൻ്റെ മുമ്പാകെ എനിക്കും നിനക്കും മുഖപ്രസാദം ഉണ്ടാകുവാനായിട്ട് സത്യശിഷ്യന്മാർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം. വീണ്ടും ഇവ നീ സമ്മതിക്കുന്നു എന്നുള്ളതിലേക്ക് കുത്തുകൾ യോജിപ്പിച്ച് നിന്റെ കൈയടയാളമാകുന്ന സ്ലീവ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ സഹോദരൻ, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നീ വ്യത്യാസപ്പെടുത്തുകയില്ല എന്നുള്ളതിന് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളം നീ വെച്ചിരിക്കുന്നു. നാം നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ എനിക്കും നിനക്കും മധ്യേ ദൈവം തമ്പുരാൻ ന്യായം വിധിക്കട്ടെ. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ തലയിൽ നിന്ന് കുരിശാകൃതിയിൽ മുടി കത്രിക്കുകയാണ്. ജഡീകമായ സ്വഭാവങ്ങൾ ഈ സ്ഥാനാർത്ഥിയിൽ നീക്കം ചെയ്യുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. മലശ്ശേരി പ്രദേശത്തുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലെ ദേവാലയത്തിലെ പരിശുദ്ധ മദ്വായിൽ വെച്ച് പരിശുദ്ധ സഭയിലേക്ക് ഗീവർഗീസ്യോപതിയോഗ്യോനോ പല കളങ്കങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുള്ള നിർമ്മലീകരണത്തിന് യൗപതിയോഗ്യോനയായി പട്ടം വെട്ടപ്പെട്ട് മുദ്രകുത്തപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബറോ വദറുവായോ ഗാദീജല ആയേതല്ലോലം വൽമീ. വാത്സല്യവാനായ മകനെ ഗ്രഹിച്ചു കൊള്ളുക. ബഹുമാനമുള്ള സ്ലീവായുടെ അടയാളം എനിക്കും നിനക്കും ഇടയിൽ സാക്ഷിയായിരിക്കട്ടെ. എൻ്റെ ബലഹീനതയ്ക്കെതിരായ അഹങ്കാരത്തോടുകൂടി നീ നിൽക്കുന്ന നേരത്ത് ആചാരിത്വത്തിൽ നിന്ന് നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള പരിശുദ്ധ രഹസ്യങ്ങളിൽ നീ ഉരിയപ്പെട്ടവനായിത്തീരും. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് ഞാൻ അപേക്ഷിക്കുന്നു, താൻ നിന്നെയും നമ്മെയും രക്ഷിച്ച് അശുദ്ധിയിൽ നിന്ന് അകറ്റുമാറാകട്ടെ. നീ ശരിയായി ചെയ്തിട്ടുള്ള വ്യാപാരം മൂലം സന്തോഷത്തോടും മുഖപ്രസാദത്തോടും കൂടെ തിരുമുമ്പാകെ നിലനിൽപ്പാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മോക്ഷരാജ്യം അവകാശിപ്പീനെന്ന് വലത്തുഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷ ശബ്ദം കേൾപ്പാനും ദൈവമാതാവായ മർത്തമറിയാവിൻ്റെയും സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി ഇപ്പോൾ ദൈവത്തോട് ഞാൻ യാചിക്കുന്നു. എൻ്റെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ടവനുമേ, നീ തിരിച്ചറിഞ്ഞുകൊള്ളുവീൻ. ആദ്യം നാം നിന്നോട് കൽപ്പിച്ചു, വീണ്ടും ഇപ്പോൾ നിന്നോട് കൽപ്പിക്കുന്നു.
ദൈവത്തിൻ്റെ പരിശുദ്ധ മദ്ബായിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെ പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള നിൻ്റെ പ്രവേശനം നിഗളത്തോടും പ്രശംസയോടും അസൂയോടും അശുദ്ധിയോടും ശത്രുതയോടും ആയിരിക്കരുത്. നാം നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അതിനാൽ നാം നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള സകലത്തിനും നീ യോഗ്യനായിത്തീരും. നീ നല്ല യൗപതിയോഗ്യനോ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായോട് നീ ഉത്തരം പറയേണ്ടി വരും. നിന്നിൽ നിന്ന് ബലഹീനനായി നാം വേർപെട്ടിരിക്കുകയും ചെയ്യും. നാം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സകലവും നീ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ നല്ല യൗപതിയോഗ്യനോ എന്ന് നീ അറിയപ്പെടും. ദൈവമായ കർത്താവിനോട് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു, സകല ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമാകുന്ന പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും താൻ നിനക്ക് നൽകുമാറാകട്ടെ. നീ പ്രാപിച്ചിട്ടുള്ള ഈ പദവി മൂലം നിനക്ക് മുഖപ്രസാദമുണ്ടാവുകയും നിന്നെ അലട്ടുന്നതായ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവായ മർത്തമറിയാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. സ്ഥാനാർത്ഥിക്കുള്ള ഉപദേശം ഇവിടെ തീരുന്നു. വിശ്വാസികളോട് ചില ഉപദേശവും ആശംസയും അറിയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളും വാത്സല്യവാന്മാരുമായ വിശ്വാസികളെ, ഇന്നേ ദിവസം യൗപതിയോഗ്യനായി പട്ടം കെട്ടപ്പെടുന്ന ഈ ദാസൻ ദൈവം തമ്പുരാനും എൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചൊല്ലുവിളികളെ ആയത് ദൈവമാതാവായ മർത്തമറിയാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. ആദ്യത്തെ ശുശ്രൂഷയുടെ ഭാഗം അമാലോക്യ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇനിയും ഗാബോനോ ശുശ്രൂഷയും അതിനുശേഷം ക്രൊയ്ത്തറൂഹോ ശുശ്രൂഷയുമാണ്. ഇനിയും എല്ലാവർക്കും എണീറ്റ് നിന്ന് ബാക്കി ശുശ്രൂഷയിൽ സംബന്ധിക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിലേക്ക് ദൈവം നിന്നെ യൗപതിയോഗ്യനായി വിളിച്ച് ചേർക്കുന്നു.